മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിന്റെയും ചെമ്പിലോട് കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടത്തി. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിൽ വെച്ച് നടന്ന പരിപാടി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിജു ഉദ്ഘാടനം ചെയ്തു. മീറ്റ് ദ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു, കുട്ടികൾക്ക് വേണ്ടി ആഗസ്റ്റ് 15 ഒരു ക്രിസ്മസ് സംഘടിപ്പിക്കുന്നു. ഇതിനുശേഷം കുടുംബശ്രീയുടെ നാട്ടുചന്ത സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് പച്ചപ്പിനെ എങ്ങനെ പുതിയ തലമുറയോട് പരിചയപ്പെടുത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അനുഭവങ്ങളിലൂടെ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് ഈ നാടിന് മുന്നാകെ വരച്ച് കാണിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനം നടത്തുന്ന ഈ പഞ്ചായത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രസംഗം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്തിനോട് പ്രത്യേകതയുണ്ട്. എല്ലാ കാലങ്ങളിലും ഏറ്റവും ഒടുവിൽ ഇവിടെ വേദിയിരിക്കുന്ന ദാമോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുന്ന സമയം വരെ ഏതെങ്കിലും ഒരു തരത്തിൽ കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് മാറാൻ വേണ്ടി സാധിക്കാം. കർഷക ദിനത്തോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിലെ LP UP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം നടത്തി. കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി പന്നിയൂർ RARS അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VP രാജൻ നയിച്ച മീറ്റ് ദി ഡോക്ടർ പരിപാടിയും പച്ചക്കറി കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തെ അധികരിച്ച് സെമിനാറും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഷൈജ അധ്യക്ഷത വഹിച്ചു. ചെമ്പിലോട് കൃഷിഭവൻ കൃഷി ഓഫീസർ UP ഫറാസ് ബിൻ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ A ദിവ്യ, രാധാകൃഷ്ണൻ, ജിഷ ജിൽജിൽ, സെക്രട്ടറി C ഷിബിൻ, CDS ചെയർപേഴ്സൺ നിജിന, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ K ദാമോദരൻ, K രാഘവൻ, മുസ്തഫ മാസ്റ്റർ, MC രതീശൻ, VP കിരൺ ബാബു, പ്രവീൺ കുമാർ, V ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കാർഷിക മേഖലകളിൽ കഴിവ് തെളിയിച്ച മികച്ച കർഷകരെ ആദരിച്ചു. കാർഷിക മത്സര പരിപാടികളും സംഘടിപ്പിച്ചു. ചെമ്പിലോട് കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ K ശ്രീനി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചക്കരക്കൽ.